ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സോന. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനും എന്നെ ഇവിടെ എത്തിച്ചതിനും അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ 2024 18-ാം തീയതിയാണ്. അത് കഴിഞ്ഞായിരുന്നു ഞാൻ വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയത്. ഞാൻ അതിനു മുൻപ് ഇവിടെ ബാംഗ്ലൂർ ഒരു 3 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. അപ്പം പോകുമ്പോഴും എല്ലാവരും പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പറഞ്ഞു 1 മാസത്തിനുള്ളിൽ ജോലി കിട്ടും. ആ പ്രതീക്ഷയിൽ നമ്മൾ പോയത്. പക്ഷേ 1 വർഷത്തിന് മേലെ എടുത്തു എനിക്ക് ആ ജോലിയിൽ എത്തിച്ചേരാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടം പോലെ ആൾക്കാർ ജോലിക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ പോയാലും എനിക്ക് അവിടെ ഒരു ജോലി കിട്ടാനായിട്ട് ഒരു സാധ്യതയുമില്ല. പക്ഷേ അന്ന് ആദ്യം തന്നെ ഞാൻ കൃപാസനത്തെ പറ്റി പറയട്ടെ. അത് ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. അമ്മ അറിയുന്നത് അമ്മയുടെ അപ്പൻ വഴിയാണ്. അന്ന് കോവിഡിനൊക്കെ മുമ്പേ ഉള്ള സമയത്ത് കുറേ പേരൊക്കെ അറിഞ്ഞു വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആദ്യം ഉടമ്പടി എടുത്തിരുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ആവശ്യത്തിന്. ആ ആവശ്യം അദ്ദേഹം പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ആവശ്യം സാധിച്ചു. അതിനുശേഷം പ്രാർത്ഥന ബുക്ക് എൻ്റെ അമ്മയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അത് പ്രാർത്ഥിക്കുന്നതും അതിനെപ്പറ്റി ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരുന്നു. അതിനുശേഷം ഞാൻ ബിടെക് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റായി. അന്ന് അതിൽ ജോലിക്ക് കയറി. അതൊക്കെ ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഫ്ലോയിൽ അങ്ങ് പോയി. പക്ഷെ കല്യാണത്തിൻ്റെ ശേഷം വന്ന ഒരു പ്രതിസന്ധി, ഈ ജോലിയില്ലാതെ 1 വർഷത്തിന് മേലെ അത് ആദ്യമൊന്നും ഇൻ്റർവ്യൂവുകൾ പോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ പേരുടെ അടുത്ത് അവിടെയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും റെഫറലുകൾ വേണം. ആ റെഫറലുകൾ ഉണ്ടായിട്ടും കുറേ പേർക്ക് റെസ്യൂമെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ കോള് പോലും ഇഷ്ടം പോലെ വെച്ചിട്ടും ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ ഞാൻ അവിടെ എത്തി. ഒരു 2nd വീക്ക്, ഒരു ജൂൺ ജൂലൈ ആയപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോഴും ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് പോയെങ്കിലും പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസം ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ, അമ്മ മാതാവിൻ്റെ മാത്രം കഴിവ് എന്നുള്ള എക്സ്റ്റെൻറ്റ് വരെ അന്നേരം എനിക്കുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല. ഞാൻ അന്നും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്കിത് കിട്ടിയില്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇൻ്റർവ്യൂവിന് എടുത്തത്. ബിക്കോസ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എനിക്കത് കിട്ടും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എന്നോട് സംസാരിച്ചു. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 ആഴ്ചയോളം പോയി. എന്നെ അദ്ദേഹം വിളിച്ചില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി അതെനിക്ക് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു അഹങ്കാരം ചിന്ത. എന്താ വെച്ചാൽ ഞാൻ അമ്മ മാതാവ് തന്നെ തന്നു എന്ന് ഞാൻ വിശ്വസിച്ചില്ല. ബിക്കോസ് അമ്മയൊക്കെ എന്നോട് എപ്പോഴും പറയും നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആ ഒരു സാധനത്തിൽ ഉറച്ച് വിശ്വസിക്കാത്തതിൻ്റെ ബലമായിട്ടാണ് അന്ന് എനിക്ക് ആ ഇൻ്റർവ്യൂ തെന്നിപ്പോയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് തിരിച്ചറിവ് വരാത്താൻ വേണ്ടി പിന്നീട് ഒരു 6 മാസത്തിനും 7 മാസം എടുത്തു. ഞാൻ അപ്പോൾ ഒരു ഡിസംബർ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാർച്ച് 17 മുൻപായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡും ജോലി മാറാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കണം. നാട്ടിൽ ഞാൻ അപ്പോഴത്തേക്കും പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുൻപേ എങ്കിലും എനിക്കൊരു ജോലി കിട്ടണം. അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയണം. അമ്മ തന്നതാണെന്ന് എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ എനിക്കൊരു സാക്ഷ്യം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പേപ്പറിലൊക്കെ ആക്ച്വലി എഴുതിയിട്ടുണ്ടായിരുന്നു നോട്ട് മൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. ഞാൻ പിന്നീട് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം, അമ്മ മാതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഈ പത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചൊന്നും കൊടുത്തിരുന്നില്ല ആദ്യത്തെ ഒരു നാളിൽ. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു നീ അങ്ങനെ പത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ അമ്മയുടെ ഉടമ്പടി പ്രകാരമുള്ള ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നു. ഇവിടെ പത്രം വാങ്ങിച്ച് എല്ലാ മാസവും വന്ന് പത്രം 3 കെട്ട് വാങ്ങിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാനും മാറണം, ഞാനും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നാലേ സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വന്നപ്പം ഞാൻ ഇവിടെ നിന്ന് കൊറിയറായിട്ട് പത്രം ഒരു
ഒരു അടുപ്പിച്ചൊരു ഒക്ടോബർ തൊട്ട് ഞാൻ 4 പ്രാവശ്യം അടുപ്പിച്ച് കെട്ടുകൾ വാങ്ങി ഒരു 3 കെട്ട് പത്രം ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിച്ച് അങ്ങനെ ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടി അതവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി എനിക്ക് കിട്ടും. എനിക്കൊരു ഭയങ്കര വിശ്വാസമായിരുന്നു ഇനി കിട്ടും. ഒന്നുമില്ലെങ്കിലും ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അത് സ്റ്റുഡൻസായിട്ട് പോകുന്ന പിള്ളേർ എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരൊരു എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്തുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എളുപ്പമായിരിക്കും എന്നുള്ളൊരു ചിന്ത പൊതുവേ എല്ലാവരും ഇനിയിപ്പം അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും എന്നുള്ളൊരു സാധനമായിരിക്കും ഒരു തലയിലുണ്ടാകുന്നത്. പക്ഷേ ഞാനും ശരിക്കും ആ ഒരു സ്റ്റേജിൽ കൂടെ കുറേ കടന്നുപോയി. ബിക്കോസ് ഞാനും കുറേ പാർട്ട് ടൈം ജോലികൾ ചെയ്തിരുന്നു. എല്ലാം ഒന്നും ഞാൻ ഇപ്പം ആ വീട്ടിൽ സങ്കടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പല ജോലികൾ ചെയ്യാൻ പോയി. പക്ഷേ അങ്ങനെ അതൊക്കെ എനിക്ക് എന്നെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് നിർത്താൻ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജോലി ചെയ്തു, ഇപ്പം അവിടെ ചെന്ന് ഒരു ഏണിങ്സും ഇല്ലാതെ നിൽക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഞാനും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആ ജോലി ചെയ്യുമ്പോഴും അമ്മയെ എന്നെ സഹായിക്കണേ, എവിടെയെങ്കിലും എന്നെ എത്തിക്കണം, അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറയാനായിട്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കണം എന്ന് ഉറച്ച് വിശ്വസിച്ച് ഈ പത്രം കൊടുത്ത് അവിടെ ഇംഗ്ലീഷുകാരുടെ അടുത്തൊക്കെ ചെന്ന് പുതിയ മാതാവിനെ പറ്റി സംസാരിച്ച് കുറേ പേരുടെ അടുത്ത് ചിലവർക്കൊന്നും ഫോൺ യൂസ് ചെയ്യാൻ അറിയാത്ത പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഓൺലൈൻ ഉടമ്പടി എടുക്കുക. അപ്പോൾ അവർ പറയും അവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ വെബ്സൈറ്റ് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ പത്രത്തിൻ്റെ ബാക്കിലുള്ളത് ഇതാണ്, രാവിലെ 5:30 AM ചെല്ലേണ്ട പ്രാർത്ഥനയാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഒരു ജനുവരി ലാസ്റ്റ് ആയപ്പോൾ, അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, എനിക്ക് ജൂൺ ഒരു പകുതിയായപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഇൻ്റർവ്യൂവിൽ കിട്ടാതെ പോയ ആ വിളിച്ച ആളുമായിട്ട്, ആ മാനേജറുമായിട്ട് ഞാൻ പിന്നീട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ആളുടെ അടുത്ത് പറയായിരുന്നു എന്തെങ്കിലും വരുവാണെങ്കിൽ പറയണം എന്ന് പറയുമ്പോൾ പുള്ളി പറയും ഒന്നുമില്ല. ബിക്കോസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് അവിടെ കഷ്ടമാണ്. ജോലി കിട്ടാൻ ഒരുപാട് സ്ട്രഗിളുണ്ട്. എല്ലാവരും പല കൺട്രീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയും ഓസ്ട്രേലിയ നല്ലതാണ്, എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് സെറ്റാവുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ കുറേ ആൾക്കാരുണ്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്ന, പഠിത്തം കഴിഞ്ഞും വർഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഞാനപ്പോൾ അവരെ കണ്ട് ചിലപ്പോൾ സമാധാനിക്കാറുണ്ടാവും. ഞാനും എന്നെക്കാട്ടിലും പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ പത്രം കൊടുത്തു. അതിനുശേഷം എനിക്ക് അദ്ദേഹം വിളിച്ച് ജനുവരി 21 ഞാൻ തോന്നുന്നു അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു. ആ സെയിം പൊസിഷൻ 2025 ജൂണിൽ വിളിച്ച് എന്നോട് ഇൻ്റർവ്യൂ നടത്തി. പക്ഷേ പിന്നീട് പറ്റില്ല എന്ന് പറഞ്ഞ ആ സെയിം പൊസിഷൻ ജാനുവരി 2026 അവസാനമായപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അത് സെയിം വന്നിട്ടുണ്ട്, എനിക്ക് റെഡി ആണെങ്കിൽ ഇൻ്റർവ്യൂവിന് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യുക, നമുക്കത് നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അദ്ദേഹമായിരുന്നു ഏറ്റവും സീനിയർ. അപ്പോൾ പുള്ളി അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് നോക്കാം. എപ്പോഴും കഴിഞ്ഞ ജൂണിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് കിട്ടാതെ പോയ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് എനിക്ക് പ്രതീക്ഷ ഇല്ല എങ്കിൽ എന്നുള്ളതല്ല, എനിക്ക് ഈ പ്രാവശ്യം ഇത് കിട്ടും എന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, കിട്ടില്ലായിരിക്കാം, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ ഇതെന്തെങ്കിലും ഒന്ന് നടക്കും എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. ബിക്കോസ് ഞാൻ അതുപോലെ വിശ്വസിച്ചാണ് പത്രം കൊടുക്കുകയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും എല്ലാം ഞാൻ അതീവമായിട്ട് കൃപാസന അമ്മയിൽ ആശ്രയിച്ചു. ഇത് എനിക്ക് ഈ പ്രാവശ്യം ലഭിക്കും എന്നുള്ള ഒരു തോന്നലിലൂടെ ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ ആ ജോലി എനിക്ക് ആക്ച്വലി കിട്ടി. ഞാൻ ഇപ്പോൾ 1 മാസമായി അവിടെ കയറി. അവിടുത്തെ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്ത് വരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു അവധി 2 ആഴ്ചത്തേക്ക് അദ്ദേഹം എനിക്ക് അനുവദിച്ചു തന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ എത്തിയത്. അതോടൊപ്പം എൻ്റെ രണ്ട് കാര്യങ്ങളൂടെ പറയട്ടെ. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഇവിടെ എനിക്ക് പാസ്സായി. ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരാളായിരുന്നില്ല. എന്നെ അങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങും, പക്ഷേ എപ്പോഴും അത് തെന്നി മാറിപ്പോവും. ഞാൻ തന്നെയായിട്ട് ഓടിച്ച് ഒരു കൈ തെളിഞ്ഞ് വരുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാറില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ്
ഞാൻ കാശ് രൂപ ഉപയോഗിച്ച് കയ്യിൽ പിടിച്ച് ഞാൻ വണ്ടി ഓടിച്ച് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതമാണ്. നമ്മളെ ആരും ഇല്ലാത്തവർക്ക് തുണയെന്ന് പറയുന്ന പോലെ മാതാവ് എൻ്റെ കൂടെ അപ്പം നിന്നു. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ല, ഓടിച്ചേ പറ്റൂ. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഞാൻ ലൈസൻസ് ടെസ്റ്റിന് പോയപ്പോൾ അവിടെ ഉപ്പൊക്കെ വെതറി, ഞാനിരുന്ന സീറ്റിലൊക്കെ വെതറിയിട്ട് ഞാനിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ ഓടിച്ചു തുടങ്ങി. ഞാനിപ്പോൾ അവിടെ എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയ വണ്ടിയുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കും പിന്നെ ആദ്യം പാർട്ട് ടൈം ചെയ്തപ്പോഴും ഒക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ പോയി. ഞാൻ ഇപ്പം എനിക്ക് തന്നെ ഓടിക്കാനുള്ളൊരു ധൈര്യം അതെനിക്ക് അമ്മ മാതാവ് തന്നു. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ എൻ്റെ PR-ഉം കാര്യങ്ങളൊക്കെ ശരിയായി. അതൊക്കെ ഒരുപാട് വലിയ അനുഗ്രഹമാണ്. പെട്ടെന്നൊന്നും ആർക്കും സാധിക്കുന്നതല്ല. അപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ അതിനുവേണ്ടി PT എഴുതി. PT എക്സാം എഴുതാൻ പോയപ്പോഴും വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും അമ്മ മാതാവ് എന്നെ അതിന് സഹായിച്ചു. അന്നും ഈ പറഞ്ഞ പോലെ ഉപ്പ് എൻ്റെ കയ്യിൽ ടിഷ്യൂവിൽ പൊതിഞ്ഞ് ഞാൻ കൈ പിടിക്കും. കയറുന്ന വാതിക്ക് ഞാൻ ജസ്റ്റ് വെതറി പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. അന്നും ആ എക്സാമിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് നൽകി. എനിക്ക് സ്കോർ ഉണ്ടായിരുന്നു. അതിന് ശേഷം PR-ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വെച്ചപ്പോൾ എനിക്കും PR ഗ്രാൻഡായി. അപ്പം ഞാൻ കല്യാണത്തിന് മുൻപേ, അവിടെ ചെല്ലുന്നതിന് മുൻപേ എനിക്ക് വിസ ഗ്രാൻഡായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് മാതാവിൻ്റെ അനുഭവം എന്ന് പറയാനുള്ളത്, ഞാൻ ഒരു പ്രാവശ്യം ഒരു പള്ളിയിൽ, കോട്ടയത്തൊരു പള്ളിയിൽ നിന്നപ്പം ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പം അന്നേരം കല്യാണം ആലോചിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ പല ആലോചനകൾ വരുന്നു. ചിലർക്ക് അറിയാവുന്ന പോലെ തന്നെ മാട്രിമോണിയിൽ ആലോചനകൾ വന്ന് കുറേ പേര് വരുന്നു പോകുന്നു എന്നല്ലാണ്ട് ഒന്നും മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പള്ളിയിൽ എന്തോ ഒരു വിഷമിച്ച അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ അറിയത്തൊന്നുമില്ല, എനിക്കും അറിയില്ല. എന്നെ തോണ്ടിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോൾ എന്നെ ഇവിടെ നിൽക്കുന്നത്, എന്നാ ചെയ്യുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം ജോലി ചെയ്യുകയാണ്, ഞാൻ ജോലി ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞു. മോക്ക് നല്ലൊരു വിശുദ്ധിയുള്ളൊരു പയ്യനെ കിട്ടുമെന്ന് എന്നോട് ആൻറ്റി പറഞ്ഞു. അത് ആക്ച്വലി ആൻറ്റിയുടെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ആൻറ്റിയോട് പറഞ്ഞു, ചുമ്മാ നിൽക്കുവാണെങ്കിൽ അങ്ങോട്ട് വാ, അവിടെ കുറേ ആൾക്കാരുണ്ട്, പ്രെയർ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റി അങ്ങ് പോയി. അത് കഴിഞ്ഞാണ് ഞാനിപ്പം വിവാഹം കഴിച്ച വ്യക്തിയുടെ ആലോചനകളൊക്കെ വരുന്നതും. അതിനു മുൻപ്, തൊട്ട് മുമ്പ് സ്വപ്നത്തിൽ എനിക്കൊരു നീലയല്ല പച്ച കളർ എനിക്ക് എൻ്റെ തോന്നി. അപ്പം പച്ച കളറ് അന്നേരം എനിക്കത്ര വിശ്വാസം വന്നില്ല. പക്ഷെ പിന്നീട് പിറ്റേ ദിവസം ആ വ്യക്തി എന്നെ കാണാൻ വന്നപ്പോൾ ഇട്ട ഷർട്ട് പച്ച കളറാണ്. പക്ഷെ അതൊക്കെ പിന്നീട് ഞാൻ റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അമ്മ മാതാവ് എനിക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ശരിക്കും ഒരു വിശുദ്ധിയുള്ള ഒരു നല്ല പയ്യനെ തന്ന് അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അതിനകത്ത് കുറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുറേ എൻ്റെ അമ്മയാണെങ്കിലും എന്നെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമ്മ മാതാവിലേക്ക് അടുക്കാനായിട്ട് ഒരു സാഹചര്യം എൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് അമ്മമാനെ കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെ ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിക്കാനും ഉണ്ടായത്. പിന്നെ പറയുകയാണെങ്കിൽ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയാൻ എനിക്കവിടെ ഡയറക്റ്റായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പൈസ അയച്ച് വീട്ടിൽ കൊടുക്കാറുണ്ട്. ആർക്കെങ്കിലും കൊടുക്കാൻ മാസം കുറച്ച് പൈസ അയച്ച് കൊടുക്കാറുണ്ട്. അല്ലാതെ പിന്നെ പറഞ്ഞ പോലെ പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങൾ വരുത്തി ഇപ്പം അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എല്ലായ്പ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴും എനിക്ക് ടെൻഷനാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ എന്ന് ചോദിച്ചാൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ആ ജോലി കിട്ടിയില്ലെങ്കിൽ ശരിക്കും ഇപ്പോഴും ഞാനൊരു അൺഎംപ്ലോയ്ഡായിട്ട് അവിടെ നിൽക്കേണ്ട വന്നേനെ. വെച്ചാൽ അതാണ് അവിടുത്തെ അവസ്ഥ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ആളുകളും കൂടുതലാണ്. അപ്പം നമുക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പം ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ അതവിടെ ലഭിക്കുന്നതല്ല. നമുക്കൊരു കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പം എനിക്ക് ഈ ഒരു പോയിന്റിൽ കറക്റ്റ് നാട്ടിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ആ ജോലി തന്ന് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറിയ ഉടനെ ഒരു ലീവൊക്കെ തന്ന് എല്ലാം എനിക്ക് ക്രമീകരിച്ച് തന്നു മാതാവ്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമും ഉള്ള ഒരു ജോലിയാണ്. എല്ലാം എനിക്ക് മാതാവ് ക്രമീകരിച്ച് തന്നു. ഒരുപാട് നന്ദി കൃപാസന മാതാവിനും യേശുകുമാരനും ഞാൻ പറയുന്നു. ആത്മീയ ജീവിതത്തെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പള്ളി അവിടെ നിന്നൊരു കുറച്ച് ദൂരെയാണ്. ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും വൈകുന്നേരങ്ങളിൽ
പോകാറുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എക്സ്പെഷ്യലി ഞാൻ മുടക്കാറില്ല. പിന്നെ ഞായറാഴ്ചയും പോവും. പിന്നെ രാവിലെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇംഗ്ലീഷ് പള്ളിയിൽ പോവും. എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഇപ്പം ജോലിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കും അന്നത്തെ ദിവസം. എന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച ഇച്ചിരി നേരത്തെ ലോഗ് ഓഫ് ചെയ്തിറങ്ങി ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. കുമ്പസാരം പള്ളിയിൽ അവിടെ മാസത്തിലൊരിക്കലെങ്കിലും അച്ഛനുള്ളപ്പോഴൊക്കെയും ഞാൻ ശ്രമിക്കാറുണ്ട് കുമ്പസാരിക്കാൻ. അല്ലാത്തപ്പം അവിടെ തിരക്കും, അച്ഛൻ്റെ അടുത്ത് തിരക്കി. അപ്പോൾ അച്ഛൻ പറയും ഏതൊക്കെ ആഴ്ചകളിലാണ്. അങ്ങനെ ആ പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് എന്താ പറയുന്നത് വെച്ചാൽ എനിക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ഭയങ്കര ഒരു സന്തോഷം, ഒരു കാംനെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി പ്രത്യേകം ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ അവിടെ എത്തും. എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പം വൈകുന്നേരം വർക്ക് ഫ്രം ഹോം അതാണ് ക്രമീകരിച്ച് ദൈവം തന്നതാണ്. എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അനുവദിച്ച് തന്നു. അല്ലാത്തപ്പോൾ ഇംഗ്ലീഷ് പള്ളിയിലാണെങ്കിലും രാവിലെ പോയി പറ്റുന്ന പോലൊക്കെ ഞാൻ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്.